അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അദബിൽ ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മനോഹരമായ ഒരു പാഠഭാഗമാണ്. അദ്ദർസു സാമിനു, എട്ടാമത്തെ പാഠം. സിയാറത്തു ത്വബീബി. ത്വബീബുൻ എന്നാൽ ഡോക്ടർ ആണ് എന്ന് നമുക്കറിയാലോ. സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മസ്ദറാണ് സിയാറത്തുൻ, സന്ദർശിക്കൽ, സന്ദർശനം എന്നൊക്കെ പറയും. അപ്പോൾ സിയാറത്തു ത്വബീബി എന്നാൽ ഡോക്ടറെ സന്ദർശിക്കൽ എന്നാകും അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പലപ്പോഴായിട്ട് ഡോക്ടർമാരെ സമീപിച്ചിട്ടുണ്ടാകും, സന്ദർശിച്ചിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വരുമ്പോൾ ആ രോഗം എന്താണ് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കി അതിൻ്റെ മരുന്നുകളൊക്കെ നിർദ്ദേശിച്ചു തരുന്നത് ഡോക്ടർമാരാണല്ലോ. ഏതായാലും ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്, മുഹമ്മദ് എന്നുള്ള ഒരു വിദ്യാർത്ഥി തനിക്ക് രോഗം വന്നപ്പോൾ ഡോക്ടറെ പോയി സമീപിച്ച ഒരു സന്ദർഭത്തെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ആ പാഠത്തിലെ അല്പഭാഗമെന്ന് വായിച്ചു നോക്കാം. അൽ ഉമ്മു മാ ബിക യാ വലദിയൽ അസീസ് മുഹമ്മദുൻ അഷ്ഉറു ബി സുദാഇൻ ഖവിയ്യിൻ യാ ഉമ്മി. അൽ ഉമ്മു മുന്ദു മതാ മുഹമ്മദുൻ മുന്ദുൽ ബാരിഹത്തി. അൽ ഉമ്മു അലം തതനാവൽ മുസക്കിനൻ മുഹമ്മദുൻ നസീതു ഹംലഹു മഈ. ഓക്കെ, ഏതായാലും പാഠത്തിൻ്റെ തുടക്കഭാഗത്ത് തന്നെ മുഹമ്മദ് എന്നുള്ള ആ വിദ്യാർത്ഥിയും അവൻ്റെ ഉമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നടക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം. അൽ ഉമ്മു, ആദ്യമായിട്ട് ഉമ്മ പറയാണ്, മാ ബിക യാ വലദിയൽ അസീസ്. മാ ബിക, നിനക്കെന്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മാ ബിക, നിനക്കെന്താണ് പറ്റിയത്? അപ്പോൾ മാ ബിക, നിനക്കെന്താണ്? യാ വലദി, എൻ്റെ മോനെ, അൽ അസീസ്, പ്രിയപ്പെട്ട. ഓക്കെ, വലതുൻ എന്നാൽ മകൻ എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാലോ. വലദി എന്ന് പറഞ്ഞാലോ എൻ്റെ മകൻ എന്നാകും. യാ വലദി എന്നാൽ എൻ്റെ മകനെ. ഓക്കെ, അസീസുൻ എന്നാൽ പ്രിയപ്പെട്ട എന്നാണ് അർത്ഥം. അപ്പോൾ മാ ബിക യാ വലദിയൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട മോനെ, നിനക്കെന്താണ്? ഓക്കെ, അപ്പോൾ മുഹമ്മദിൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ, ഒരു സുഖമില്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ മകനോട് ചോദിച്ചതാണ്, നിനക്കെന്താണ് സംഭവിച്ചത് എന്ന്. അപ്പം മുഹമ്മദ് പറയാണ്, മുഹമ്മദുൻ അഷ്ഉറു ബി സുദാഇൻ ഖവിയ്യിൻ യാ ഉമ്മി. ഷഅറ എന്നാൽ അനുഭവപ്പെട്ടുവെന്നാണ് അർത്ഥം. ഓക്കെ, അഷ്ഉറു എന്നാൽ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അഷ്ഉറു, എനിക്ക് അനുഭവപ്പെടുന്നു. ബി സുദാഇൻ ഖവിയ്യിൻ. സുദാഉൻ എന്ന് പറഞ്ഞാൽ തലവേദന എന്നാണ് അർത്ഥം. ഖവിയ്യുൻ എന്നാൽ ശക്തമായ. ഓക്കെ, അപ്പോൾ അഷ്ഉറു, എനിക്ക് അനുഭവപ്പെടുന്നു. ബി സുദാഇൻ ഖവിയ്യിൻ, ശക്തമായ തലവേദന കൊണ്ട്. ഓക്കെ, അവിടെ ബി എന്നുള്ളതിന് നമ്മൾ പ്രത്യേകിച്ച് അർത്ഥം വെക്കാറില്ല. ഷഅറ ബി എന്നതാണ് അനുഭവപ്പെട്ടു എന്നതിൻ്റെ പ്രയോഗം. ഓക്കെ, അപ്പോൾ അഷ്ഉറു ബി സുദാഇൻ ഖവിയ്യിൻ, എനിക്ക് ശക്തമായിട്ടുള്ള സുദാ അനുഭവപ്പെടുന്നുണ്ട്, തലവേദന അനുഭവപ്പെടുന്നുണ്ട്. യാ ഉമ്മി, എൻ്റെ ഉമ്മ. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് മറുപടി പറയുന്നത്. അപ്പോൾ അൽ ഉമ്മു, അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, മുന്തു മത്ത, എപ്പോൾ മുതലാണ് നിനക്കത് തുടങ്ങിയിട്ടുള്ളത്, നിനക്ക് തലവേദന തുടങ്ങിയിട്ടുള്ളത്? മുന്തു എന്ന് പറഞ്ഞാൽ മുതൽ എന്നാണ് അർത്ഥം. മത്ത എന്നാൽ എപ്പോൾ. അപ്പോൾ മുന്തു മത്ത, എപ്പോൾ മുതലാണ് തുടങ്ങിയിട്ടുള്ളത് എന്നതാണ് ആ ഉമ്മ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് പറയാണ്, മുന്തുൽ ബാരിഹത്തി. ഓക്കെ, മുന്തു എന്നാൽ മുതൽ, ബാരിഹത്തുൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി എന്നാണ് അർത്ഥം. ഓക്കെ, ഇന്നലെ രാത്രി എന്നുള്ളതിനാണ് നമ്മൾ ബാരിഹത്തി എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മുന്തുൽ ബാരിഹത്തി, ഇന്നലെ രാത്രി മുതൽ തന്നെ എനിക്ക് എന്ത് തുടങ്ങിയിട്ടുണ്ട്? തലവേദന തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അൽ ഉമ്മു, ഇനി ഉമ്മ പറയാണ്, അലം തതനാവൽ മുസക്കിനൻ. തനാവല എന്നാൽ കഴിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയാണ് നമ്മൾ തനാവല എന്ന് പറയാറുള്ളത്. തതനാവലു എന്ന് പറഞ്ഞാലോ നീ കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ അലം തതനാവൽ എന്നാലോ നീ കഴിച്ചിട്ടില്ലേ? മുസക്കിനുൻ എന്ന് പറഞ്ഞാൽ വേദനക്കുള്ള ഗുളികക്കാണ് പറയാം. ഓക്കെ, ചില ഗുളികകൾ ഉണ്ടാകും, നമുക്ക് എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ ആ ഗുളിക കഴിക്കുന്നതോടെ വേദന മാറുന്ന തരത്തിലുള്ള ഗുളികയുണ്ടാകും. അതിനെക്കുറിച്ചാണ് നമ്മൾ മുസക്കിനുൻ എന്ന് പറയാറുള്ളത്. വേദന സംഹാരി എന്നാണ് അതിന് മലയാളത്തിൽ പറയാറുള്ളത്. അപ്പോൾ അലം തതനാവൽ മുസക്കിനൻ, നീ വേദന സംഹാരിയായിട്ടുള്ള ആ ഗുളിക കഴിച്ചിട്ടില്ലേ എന്നാണ് ആ ഉമ്മ ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ മുഹമ്മദ് പറയാണ് ഞാനത് കഴിച്ചിട്ടില്ല. കാരണം എന്താ? നസീതു ഹംലഹു മഈ. നസിയ എന്നാൽ മറന്നു എന്നാണ് അർത്ഥം. ഓക്കെ, നസീതു ഞാൻ മറന്നു, ഹംലഹു അതിനെ എടുക്കാൻ, ആ മുസക്കിനിനെ, ഹംലഹു എന്ന് പറഞ്ഞാൽ ആ വേദന സംഹാരിയെ എടുക്കാൻ ഞാൻ മറന്നുപോയി, മഈ എൻ്റെ കൂടെ. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടുമില്ല എന്നാണ് മുഹമ്മദ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉമ്മ എന്ത് ചെയ്യാണ്? സാധാരണ നമുക്കെന്തെങ്കിലും രോഗമുണ്ടായാൽ നമ്മുടെ ഉമ്മ എന്ത് ചെയ്യും? നമ്മുടെ ശരീരമൊക്കെ തൊട്ടു നോക്കിയിട്ട് എന്തെങ്കിലും ചൂടുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ തന്നെയാണ് മുഹമ്മദിൻ്റെ ഉമ്മയും. ഉമ്മ പറയാണ് ഹറാറത്തുക മുർതഫിഅത്തുൻ അയ്ളൻ മാ റഅയുക ഫി സിയാറത്തി തബീബിൻ. ഓക്കെ, ഹറാറത്തുൻ എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം, ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഹറാറത്തുക നിൻ്റെ ചൂട്. ഓക്കെ, അപ്പോൾ നിൻ്റെ ആ ശരീരത്തിൻ്റെ ചൂട്, മുർതഫിഅത്തുൻ അത് ഉയർന്നതാണ്. ഇർതഫഅ എന്നാൽ ഉയർന്നു എന്നാണ് അർത്ഥം, അതിൻ്റെ ഇസ്മ ഫായിലാണ്. മുർതഫിഅത്തുൻ എന്നുള്ളത് ഉയർന്നത് എന്നർത്ഥം. അപ്പോൾ ഹറാറത്തുക മുർതഫിഅത്തുൻ അയ്ളൻ നിൻ്റെ ചൂടും വളരെ ഉയർന്നതാണല്ലോ. മാ റഅയുക ഫീ സിയാറത്തി തബീബിൻ. റഅയുൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. റഅയുക നിൻ്റെ അഭിപ്രായം, മാ റഅയുക നിൻ്റെ അഭിപ്രായം എന്താണ്, ഫീ സിയാറത്തി തബീബിൻ ഒരു ഡോക്ടറെ സന്ദർശിക്കുന്നതിനുള്ള. അപ്പോൾ നമുക്കൊരു ഡോക്ടറെ സന്ദർശിച്ചാലോ, നിൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് ആ ഉമ്മ മുഹമ്മദിനോട് ചോദിക്കുന്നത്. ഏതായാലും ഇത് കേട്ടപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയല്ലേ എന്ന് കേട്ടപ്പോൾ മുഹമ്മദ് പറഞ്ഞു മുഹമ്മദുൻ ഹസനൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ ഗുഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ. ഓക്കെ, പോകാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അറബിയിലും ഹസനൻ എന്നുള്ള ഒരു പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഉമ്മ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് അതിന് സമ്മതിച്ചു എന്നർത്ഥം. അപ്പോൾ ഇനി ഉമ്മ പറയാണ് സ അസ്അലുൽ ആന ഐനൽ മുസ്തഷ്ഫ നാവിൽ ഹാത്തിഫ്. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ ആദ്യം ആശുപത്രി എവിടെയെന്ന് മനസ്സിലാക്കണ്ടേ. അതാണ് ഉമ്മ പറയുന്നത്. സ അസ്അലുൽ ആന ഞാനിപ്പോൾ ചോദിക്കാം. സഅല എന്നാൽ ചോദിച്ചു, അസ്അലു ഞാൻ ചോദിക്കും, അൽ ആന എന്നാൽ ഇപ്പോൾ എന്നാണ് അർത്ഥം. അപ്പോൾ സ അസ്അലുൽ ആന ഇപ്പോൾ ഞാൻ ചോദിക്കാം. ഐനൽ മുസ്തഷ്ഫ എവിടെയാണ് ആശുപത്രി എന്നുള്ളത്. ഐന എന്നാൽ എവിടെ, അൽ മുസ്തഷ്ഫ എന്നാൽ ആശുപത്രി. ഓക്കെ, അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കാൻ എന്തു ചെയ്യണം? ബാക്കിയുള്ളവർക്ക് വിളിച്ചു നോക്കണമല്ലോ. അതാണ് നാവിൽ ഹാത്തിഫ്. ഓക്കെ, നാവല എന്ന് പറഞ്ഞാൽ കിട്ടിച്ചു എന്നാണ് അർത്ഥം. നാല എന്നാൽ കിട്ടി എന്നാണ് അർത്ഥം. അതിനെ നാവല എന്നാക്കിയാലോ കിട്ടിച്ചു, എടുത്തു തന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നാവിൽ നീ എനിക്ക് എടുത്തു താ അൽ ഹാത്തിഫ ഫോണ് എന്നർത്ഥം. ഹാത്തിഫൻ എന്ന് പറഞ്ഞാൽ ഫോണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഏതായാലും ഫോണ് എടുത്തുകൊണ്ടുവന്നു, മുഹമ്മദ് ഫോൺ എടുത്തുകൊണ്ടുവന്നു. ഉമ്മ വിളിച്ചു നോക്കി. അങ്ങനെ ഏതായാലും യഖ്റുജു മുഹമ്മദുൻ ഇലൽ മുസ്തഷ്ഫ വയസൂറു ത്വബീബ. ഓക്കെ, ഖറജ എന്നാൽ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടുന്നു. യഖ്റുജു മുഹമ്മദ് പുറപ്പെടുന്നു, ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്, വയസൂറു ത്വബീബ അങ്ങനെ ഡോക്ടറെ സന്ദർശിക്കുകയും ചെയ്യുന്നു. സാറ എന്നാൽ സന്ദർശിച്ചു, അതിൻ്റെ മുസ്തഖ്ബിലാണ് യസൂറു സന്ദർശിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ഡോക്ടറെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു സബാഹുൽ ഖൈർ യാ ദുക്തൂർ. ഓക്കെ, സബാഹുൽ ഖൈർ എന്നുള്ള പദപ്രയോഗം നമുക്ക് ആദ്യമേ അറിയാമായിരിക്കും. ഗുഡ് മോർണിംഗ് എന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ സ്ഥാനത്താണ് അറബിയിൽ സബാഹുൽ ഖൈർ എന്ന് പറയാറുള്ളത്. അപ്പോൾ മുഹമ്മദ് ഡോക്ടറോട് സബാഹുൽ ഖൈർ ഗുഡ് മോർണിംഗ് യാ ദുക്തൂർ ഓ ഡോക്ടറെ. ഓക്കെ, ദുക്തൂർ എന്നുള്ളതിന് ത്വബീബുൻ, ഡോക്ടർ എന്നുള്ള പദത്തിന് ത്വബീബുൻ എന്നുള്ള ഒരു പദവുമുണ്ട് എന്നുള്ളതുപോലെ അറബിയിൽ ദുക്തൂർ എന്നുള്ള ഒരു പദവുമുണ്ട്. അപ്പോൾ സബാഹുൽ ഖൈർ യാ ദുക്തൂർ ഓ ഡോക്ടറെ ഗുഡ് മോർണിംഗ് എന്നാണ് മുഹമ്മദ് ഡോക്ടറെ കണ്ട ഉടനെ തന്നെ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ത്വബീബ് അതിനുള്ള മറുപടി പറയുന്നത് സബാഹുന്നൂർ എന്നുള്ളതാണ്. സബാഹുൽ ഖൈർ എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ മറുപടിയായിട്ട് നമുക്ക് പറയാവുന്നത് സബാഹുന്നൂർ എന്നുള്ള മറ്റൊരു ആശീർവാദമാണ്. ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. തഫല്ലൽ എന്ന് പറഞ്ഞാൽ കടന്നു വരൂ എന്നാണ് അർത്ഥം.
ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് നൽകൂ എന്നുള്ള ഒരു അർത്ഥത്തിനും തഫല്ലൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ തഫല്ലൽ എന്ന് പറഞ്ഞാൽ കടന്നു വരൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മുഹമ്മദ് സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു. തൊബീബ് എന്ത് ചെയ്യുന്നു? സബാഹുന്നൂർ തഫല്ലൽ, നീ ഇങ്ങോട്ട് വരൂ. മാബിക യാ സയ്യിദു, ഓക്കെ, മാബിക്ക നിനക്കെന്താണ്? നേരത്തെ ഉമ്മ ചോദിച്ച അതേ ചോദ്യമാണ് ഡോക്ടറും ചോദിക്കുന്നത്. മാബിക്ക നിനക്കെന്താണ്? യാ സയ്യിദു, ഓക്കെ, ഓ മിസ്റ്റർ എന്നാണ് സയ്യിദുൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അർത്ഥം. ഓക്കെ, സയ്യിദുൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നേതാവ് എന്നൊക്കെയാണ് അർത്ഥം. എന്നിരുന്നാലും അറബിയിൽ സാധാരണഗതിയിൽ മറ്റൊരാളെ ബഹുമാനിച്ചുകൊണ്ട് സയ്യിദു എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ മിസ്റ്റർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിൻ്റെ സ്ഥാനത്താണ് അറബിയിൽ അവരുടെ സംസാരത്തിൽ അവർ സയ്യിദുൻ എന്നുള്ള ഒരു പദപ്രയോഗം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മാബിക്കയാ സയ്യിദ്, ഓ മിസ്റ്റർ നിങ്ങൾക്ക് എന്താണ് എന്നാണ് തൊബീബ് ചോദിക്കുന്നത്. അപ്പം മുഹമ്മദ് പറയാണ് അഷ്ഉറു ബിസുദാഇൻ ഷദീദിൻ വഇൻദി ഹറാറത്തുൻ മുർതഫിഅത്തുൻ. അഷ്ഉറു ബിസുദാഇൻ ഷദീദിൻ, എനിക്ക് ശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുന്നുണ്ട്. ഷദീദുൻ എന്ന് പറഞ്ഞാലും ശക്തമായ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അഷ്ഉറു ബിസുദാഇൻ ഷദീദിൻ, എനിക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, വഇൻദി ഹറാറത്തുൻ മുർതഫിഅത്തുൻ, വഇൻദി എൻ്റെ അടുക്കലുണ്ട്, അതായത് എനിക്കുണ്ട്, ഹറാറത്തുൻ മുർതഫിഅത്തുൻ വളരെ ഉയർന്ന ടെമ്പറേച്ചർ ഉണ്ട്, ചൂടുണ്ട് എന്നർത്ഥം. ഓക്കെ, അതാണ് മുഹമ്മദ് ഡോക്ടറോട് പറയുന്നത്. അപ്പോൾ തൊബീബു, ഇനി ഡോക്ടർ പറയാണ് ലാ ബഅസ അലൈക ഹല്ലക അയ്യതു ഹസാസിയത്തിൻ. ലാ ബഅസ അലൈക, ബഅസുൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം, പ്രോബ്ലം എന്നൊക്കെയാണ് അർത്ഥം. ലാ ബഅസ അലൈക കാര്യമാക്കണ്ട, നോ പ്രോബ്ലം, വിഷയമാക്കണ്ട എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ലാ ബഅസ അലൈക നിൻ്റെ മേൽ യാതൊരു പ്രശ്നവുമില്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട. ഹല്ലക അയ്യതു ഹസാസിയത്തിൻ, ഓക്കെ, ഹല്ലക നിനക്കുണ്ടോ, അയ്യത്തു ഏതെങ്കിലും, അയ്യത്തു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, ഹസാസിയത്തുൻ എന്ന് പറഞ്ഞാൽ അലർജി എന്നാണ് അർത്ഥം. ഓക്കെ, പലർക്കും ചിലപ്പോൾ പല അലർജി ഉണ്ടാകും. ചിലർക്ക് പൊടി ഉണ്ടാകാൻ പറ്റൂല, മറ്റു ചിലർക്ക് പുകയുണ്ടാകാൻ പറ്റൂല, അങ്ങനെ പലതരത്തിലുള്ള അലർജി ഉണ്ടാകും. ഓക്കെ, ഏതായാലും അത്തരത്തിലുള്ള ഒരു അലർജി നിനക്കുണ്ടോ എന്നാണ് ആ ഡോക്ടർ മുഹമ്മദിനോട് ചോദിക്കുന്നത്. അപ്പം മുഹമ്മദ് പറഞ്ഞില്ല, എനിക്ക് അത്തരത്തിലുള്ള ഒരു അലർജിയുമില്ല, എനിക്കൊരു കുഴപ്പവുമില്ല, ഇപ്പോഴിങ്ങോട്ട് ഒരു തലവേദന തുടങ്ങിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ തൊബീബ് പറയാണ് സഅഖൂമു ബിഫഹ്സിൻ ബസീത്തിൻ ഇഫ്തഹ് ഫമക മിൻ ഫളലിക്. ഓക്കെ, തൊബീബ് ഡോക്ടർ പറയാണ് സഅഖൂമു ഞാൻ നിർവഹിക്കും, ബിഫഹ്സിൻ ബസീത്തിൻ. ഓക്കെ, ഫഹ്സുൻ എന്ന് പറഞ്ഞാൽ പരിശോധന എന്നാണ് അർത്ഥം. ഓക്കെ, ബസീത്തുൻ എന്ന് പറഞ്ഞാലോ ചെറിയ രൂപത്തിലുള്ള, കേവലമായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണെന്ന് നമുക്കറിയാലോ. എന്നാൽ കാമ ബി എന്ന് പറഞ്ഞാൽ കാമയോടൊപ്പം ഒരു ബി എന്നുള്ള ഹർഫ് കൂടി വന്നാൽ നിർവഹിച്ചു എന്നാകും അർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുളാരിഅ മുസ്തഖ്ബിൽ എന്താകും? അഖൂമു ബി, ഞാൻ നിർവഹിക്കും. അപ്പോൾ സഅഖൂമു ബി ഫഹ്സിൻ ബസീത്തിൻ, ഞാൻ ചെറിയ രൂപത്തിലുള്ള ഒരു പരിശോധന നിർവഹിക്കാം. ഓക്കെ, ഇഫ്തഹ് ഫമക മിൻ ഫളലിക, ഫതഹ എന്നാൽ തുറന്നു, അതിൻ്റെ അംറ് ഫിഅലാണ്. ഇഫ്അൽ എന്നുള്ള വസനിലേക്ക് ആക്കുന്നതാണ് ഇഫ്തഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ്തഹ് നീ തുറക്കൂ, ഫമക നിൻ്റെ വായയെ. ഓക്കെ, ഫമുൻ എന്ന് പറഞ്ഞാൽ വായ എന്നാണ് അർത്ഥം. വായക്ക് തന്നെ ഫു എന്നും പറയാറുണ്ട്. ഫു, ഫ, ഫീ എന്നൊക്കെ പറഞ്ഞാലും വായ എന്നാണ് അർത്ഥം. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഇഅ്റാബിലായിട്ടാണ് ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് പഠിക്കാനുള്ളതാണ്. ഏതായാലും ഇഫ്തഹ് ഫമക നിൻ്റെ വായ തുറക്കൂ, മിൻ ഫളലിക പ്ലീസ് എന്നാണ് മിൻ ഫളലിക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ദയവായി നിൻ്റെ വായ തുറക്കൂ എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യഫ്തഹു മുഹമ്മദുൻ ഫാഹു, യഫ്തഹു തുറക്കുന്നു, മുഹമ്മദുൻ ഫാഹു അവൻ്റെ വായയെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫു, ഫ, ഫി എന്നൊക്കെ വായക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഫ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫാഹു മുഹമ്മദിൻ്റെ വായയെ അവൻ തുറക്കുന്നുവെന്നർത്ഥം. ഓക്കെ,
അപ്പോൾ ത്വബീബ് പറയാണ് നഅം ഹറാറത്തുക മുർതഫിഅത്തുൻ മുൻദു മതാ വ അൻത തശ്ഉറു ബിഹാദാ സുദാഇ. ഓക്കെ, ത്വബീബ് ഡോക്ടർ പറയാണ് നഅം, അതെ, ഹറാറത്തുക മുർതഫിഅത്തുൻ, നിന്റെ ചൂട് വളരെ ഉയർന്നത് തന്നെയാണ്. ഓക്കെ, മുൻദു മതാ വ അൻത തശ്ഉറു ബിഹാദാ സുദാഇ, മുൻദു മതാ എപ്പോൾ മുതലാണ്, വ അൻത തശ്ഉറു നിനക്ക് അനുഭവപ്പെടുന്നു, ബിഹാദാ സുദാഇ ഈ തലവേദന കൊണ്ട്. ഓക്കെ, ഷഅറ എന്നാൽ അനുഭവപ്പെട്ടു, അശ്ഉറു എനിക്ക് അനുഭവപ്പെടുന്നു, തശ്ഉറു നിനക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ മുൻദു മതാ വ അൻത തശ്ഉറു ബിഹാദാ സുദാഇ, എപ്പോൾ മുതലാണ് നീ ഈ തലവേദന അനുഭവിക്കുന്നത് എന്നാണ് ആ ഡോക്ടർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് പറയാണ് മുൻദു അംസി ലം അസ്തതിഅ അൻ-നൗമ യാ ദുക്തൂർ. ഓക്കെ, ഉമ്മയോട് അവൻ പറഞ്ഞിരുന്നു എന്ത്, ഇന്നലെ രാത്രിയാണ് തുടങ്ങിയത് എന്ന്. അതുതന്നെയാണ് ഇവന് ആരോടും പറയുന്നത്, ഡോക്ടറോടും പറയുന്നത്, പക്ഷേ മറ്റൊരു രൂപത്തിലാണ്. ഓക്കെ, മുഹമ്മദ് പറയാണ് മുൻദു അംസി, ഇന്നലെ മുതൽ. അംസി എന്നാൽ ഇന്നലെ എന്നാണ് അർത്ഥം. മുൻദു അംസി ഇന്നലെ മുതൽ, ലം അസ്തതിഅ അൻ-നൗമ യാ ദുക്തൂർ. ഇസ്തതാഅ എന്നാൽ സാധിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അസ്തതിഉ എന്ന് പറഞ്ഞാലോ എനിക്ക് സാധിക്കും. ഓക്കെ, ലം അസ്തതിഅ എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാകും അതിൻ്റെ അർത്ഥം. നമ്മൾ ലം യഫ്അല എന്നതൊക്കെ സർഫിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇസ്തതാഅ എന്നുള്ള ഫിഅലിൻ്റെ മുളാരിഅ എടുത്തുകൊണ്ട് എനിക്ക് സാധിക്കുമെന്നാക്കിയിട്ട് അതിൻ്റെ കൂടെ ലം എന്നുകൂടെ ചേർത്തി വന്നാൽ അത് ലം അസ്തതിഅ എന്നാകും ആകുന്നത്. ഓക്കെ, അപ്പോൾ മുൻദു അംസി ഇന്നലെ മുതൽ, ലം അസ്തതിഅ എനിക്ക് സാധിച്ചിട്ടില്ല, അന്നൗമ ഉറക്കത്തിന്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല, യാ ദുക്തൂർ ഓ ഡോക്ടറെ. അപ്പോൾ ഇന്നലെ രാത്രി മുതലാണ് തുടങ്ങിയത് എന്നുള്ള ഒരു സൂചനയാണ് മുഹമ്മദ് ഇതിലൂടെ ആ ഡോക്ടർക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറയാണ് അത്വബീബു ഇന്നഹ അഅറാളു ളർബത്തി ശംസി തഫല്ലൽ വസ്ഫത ദവാഇ ഖുദ് 3 ഹബ്ബാത്തിൻ ഫിൽ യൗമി ഖബ്ല അൽ അക്ലി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ രോഗമൊക്കെ പറഞ്ഞതിന് ശേഷം ഡോക്ടർമാർ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ചീട്ടെടുത്തിട്ട് അതിൽ മരുന്നുകൾ കുറിച്ച് തരാറുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ ആരും ചെയ്യുന്നത്, മുഹമ്മദിൻ്റെ ഡോക്ടറും ചെയ്യുന്നത്. ത്വബീബ് പറയാണ് ഇന്നഹ അഅറാളു ളർബത്തി ശംസി, ഇന്നഹ തീർച്ചയായിട്ടും ഇത്, അതായത് ഇന്നെല്ലാത്തിനും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുപോലെ നിൻ്റെ ശരീരം ഭയങ്കര ചൂടുണ്ട് എന്നുള്ളതുപോലെ നിനക്ക് തലവേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അഅറാളു ളർബത്തി ശംസി, അഅറാളുൻ എന്നുള്ളതിൻ്റെ ജംആണ് അഅറാളുൻ എന്നുള്ളത് ലക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ലർബത്തു ഷംസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ പേരാണ്, സൂര്യബാധ എന്നൊക്കെയാണ് നമ്മളതിനെക്കുറിച്ച് പറയാറുള്ളത്. ഓക്കെ, അതായത് ഒരാളുടെ ശരീരത്തിൻ്റെ ചൂട്, നമ്മുടെ ശരീരത്തിനെല്ലാം ചൂടുണ്ട്, ആ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിലേറെ കൂടിയാൽ അത്തരത്തിലുള്ള ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ സൂര്യബാധ എന്ന് പറയാറുള്ളത്. സൺ സ്ട്രോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളതിന് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിച്ചിട്ടുള്ളത് സൂര്യബാധ എന്നുള്ള ഈ ലർബത്തു ശംസ് എന്നുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇന്നഹ തീർച്ചയായിട്ടും ഇവ അഅറാളു ലർബത്തി ശംസി സൂര്യബാധയുടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തഫല്ലൽ വസ്ഫത ദവാഇ, തഫല്ലൽ എന്നാൽ ഇവിടെ നൽകൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ തഫല്ലൽ നീ നൽകൂ, വസ്ഫത ദവാഇ മരുന്ന് ചീട്ട് നൽകൂ. വസ്ഫത്തുദ്ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന് ചീട്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ ഒരു മരുന്ന് ചീട്ടുമായിട്ടാണ് പോകാറുള്ളത്. അതിലാണ് ഡോക്ടർമാർ എന്ത് ചെയ്യാറുള്ളത്, നമുക്കുള്ള മരുന്നുകൾ എഴുതി തരാറുള്ളത്. അപ്പോൾ തഫല്ലൽ വസ്ഫത്തുദ്ദവാഇ, നീ ആ മരുന്ന് ചീട്ട് നൽകൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ മുഹമ്മദ് ആ മരുന്ന് ചീട്ട് നൽകി. അങ്ങനെ അതിൽ കുറച്ച് മരുന്നുകൾ എഴുതിയിട്ട് ഡോക്ടർ പറയാണ് ഖുദ് 3 ഹബ്ബാത്തിൻ ഫിൽ യൗമി ഖബ്ല അൽ അക്ലി. ഓക്കെ, ഖുദ് നീ എടുത്തോ, 3 ഹബ്ബാത്തിൻ 3 ഗുളികകളെ. ഹബ്ബത്തുൻ എന്ന് പറഞ്ഞാൽ ഗുളിക എന്നാണ് അർത്ഥം, അതിൻ്റെ ജംആണ് ഹബ്ബാത്തുൻ, ഗുളികകൾ. ഓക്കെ, 3 ഹബ്ബാത്തിൻ എന്നാലോ 3 ഗുളികകൾ എന്നർത്ഥം. അപ്പോൾ ഖുദ് 3 ഹബ്ബാത്തിൻ, നീ 3 ഗുളികകൾ എടുത്തോ എന്നല്ല, ഇവിടെ കഴിച്ചോ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഖുദ് 3 ഹബ്ബാത്തിൻ, നീ 3 ഗുളികകൾ കഴിച്ചോ, ഫിൽ യൗമി ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം നീ
3 ഗുളികകളാണ് കഴിക്കേണ്ടത്. ഖബ്ലൽ അക്കിലി, ഭക്ഷിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഭക്ഷിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നീ ഒരു ദിവസം തന്നെ 3 നേരം വെച്ചിട്ട് എന്ത് കഴിക്കണം? ഓരോ ഗുളിക വീതം കഴിക്കണം എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ മുഹമ്മദിൻ്റെ രോഗം എന്താണ് എന്നും അതിൻ്റെ പരിഹാരം എന്താണ് എന്നും ഡോക്ടർ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തു. അത് ഭേദമാകാനുള്ള മരുന്നും നിർദ്ദേശിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യുപകാരം എന്നോണം മുഹമ്മദ് അടുത്തത് പറയാണ്, മുഹമ്മദ് ശുക്രൻ ജസീലൻ യാ ദുക്തൂർ. ശുക്രൻ എന്നാൽ നന്ദി എന്നാണ് അർത്ഥം. ശുക്രൻ ജസീലൻ എന്ന് പറഞ്ഞാലോ വളരെ നന്ദിയുണ്ട് എന്നർത്ഥം. ഓക്കെ, വളരെ നന്ദി എന്നാണ് ശുക്രൻ ജസീലൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇംഗ്ലീഷിൽ നമ്മൾ ശുക്രൻ എന്നുള്ളതിന് താങ്ക്സ് എന്ന് പറയും, ശുക്രൻ ജസീലൻ എന്നുള്ളതിന് താങ്ക് യു വെരി മച്ച് എന്നും പറയും. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ശുക്രൻ ജസീലൻ യാ ദുക്തൂർ, ഓ ഡോക്ടറെ വളരെയധികം നന്ദിയുണ്ട് എന്നാണ് മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ത്വബീബ് പറയാണ് അഫ്വൻ. ഓക്കെ, ഒരാൾ നമ്മളോട് ശുക്രൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മറുപടി നൽകേണ്ടത് അഫ്വൻ എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മളതിന് വെൽക്കം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഏതായാലും ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറയാണ് അഫ്വൻ. അതമന്നാ ലക ശിഫാ അൽ ആജിൽ. തമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ് അർത്ഥം. അതമന്ന ഞാൻ ആഗ്രഹിക്കുന്നു, ലക നിനക്ക് വേണ്ടിയിട്ട്, അഷിഫാ അൽ ആജില. ഷിഫാ ഉൻ എന്ന് പറഞ്ഞാൽ രോഗശമനം, രോഗമുക്തി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതായത് രോഗം ഒഴിവാകൽ എന്നാണ് ഷിഫാ ഉൻ എന്ന് പറഞ്ഞാലുള്ളത് അർത്ഥം. ആജിലുൻ എന്ന് പറഞ്ഞാലോ പെട്ടെന്നുള്ള. ഓക്കെ, അപ്പോൾ അതമന്ന ലക ഷിഫാ അൽ ആജിൽ, ഞാൻ നിനക്ക് പെട്ടെന്നുള്ള രോഗശമനം പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ഒന്നുകൂടെ പറയാണ് ശുക്രൻ മഅസ്സലാമ. ശുക്രൻ താങ്ക് യു, മഅസ്സലാമ ഗുഡ് ബൈ എന്നാണ് മഅസ്സലാമത്ത് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഓക്കെ, ഇത്തരത്തിലുള്ള കുറച്ച് നമ്മുടെ കൊളോക്കിയലായിട്ടുള്ള ഭാഷയുണ്ടാകും, സംസാര ഭാഷയുണ്ടാകും. അതിൽപ്പെട്ടതാണ് ശുക്രൻ ജസീലൻ, അഫ്വൻ, മഅസ്സലാമ പോലത്തെ പദങ്ങളൊക്കെ. അതുകൂടി നമ്മൾ ഒരു സംഭാഷണം പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിനോടകം മുഹമ്മദിന് രോഗം വന്നത്, അവൻ ഡോക്ടറെ ചെന്ന് കണ്ടത്, ഡോക്ടറുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു പാഠം നമ്മുടേത് പൂർത്തിയായി അല്ലേ. ഏതായാലും ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, സാറ സന്ദർശിച്ചു, സിയാറത്തുൻ സന്ദർശനം, സന്ദർശിക്കൽ. മാബിക നിനക്കെന്താണ്, അസീസുൻ പ്രിയപ്പെട്ട, ഷഅറ അനുഭവപ്പെട്ടു, അഷ്ഉറു എനിക്ക് അനുഭവപ്പെടുന്നു, തഷ്ഉറു നിനക്ക് അനുഭവപ്പെടുന്നു, സുദാഉൻ തലവേദന, ഖവിയുൻ ശക്തമായ, മുന്തു മുതൽ, അൽ ബാരിഹത്തു ഇന്നലെ രാത്രി, മുസക്കിനുൻ വേദന സംഹാരി, വേദന കുറക്കുന്ന മരുന്ന്, തനാവല കഴിച്ചു, നസിയ മറന്നു, നസീതു ഞാൻ മറന്നു, ഹറാറത്തുൻ ചൂട്, ഇർത്തഫഅ ഉയർന്നു, മുർത്തഫിഅത്തുൻ ഉയർന്നത്, റഅയുൻ അഭിപ്രായം, ഹസനൻ ഓക്കെ ഗുഡ്, മുസ്തഷ്ഫ ആശുപത്രി, നാവല കിട്ടിച്ചു, നാവിൽ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഹാത്തിഫുൻ ഫോൺ, സബാഹൽ ഖൈർ ഗുഡ് മോർണിംഗ്, ദുക്തൂർ ഡോക്ടർ, തഫല്ലൽ കടന്നു വരൂ, പ്രവേശിക്കൂ, നൽകൂ, സയ്യിദുൻ നേതാവ്, മിസ്റ്റർ, ഷദീദുൻ കഠിനമായ, ലാ ബഅസ പ്രശ്നമാക്കണ്ട, നോ പ്രോബ്ലം, അയ്യത്തുൻ ഏതെങ്കിലും, ഹസാസിയത്തുൻ അലർജി, ഫഹ്സുൻ പരിശോധന, ഖാമബി നിർവഹിച്ചു, അഖൂമു ബിഹി ഞാൻ നിർവഹിക്കും, ബസത്ത എന്നതിൽ നിന്ന് വരുന്ന ബസീത്തുൻ കേവലമായ, ചെറിയ രൂപത്തിലുള്ള, ഫമുൻ ഫൂ വായ, ഫതഹ തുറന്നു, ഇഫ്തഹ് നീ തുറക്കൂ, യഫ്തഹു തുറക്കുന്നു, മിൻ ഫളിക ദയവായി പ്ലീസ്, ഫാഹു അവൻ്റെ വായ, അംസി ഇന്നലെ, ഇസ്തതാഅ സാധിച്ചു, ലം അസ്തതി എനിക്ക് സാധിച്ചിട്ടില്ല, നൗമുൻ ഉറക്കം, അറലുൻ ജംഉ അറാലുൻ ലക്ഷണം, ലർബത്തു ഷംസി സൂര്യബാധ സൺ സ്ട്രോക്ക്, വസ്ഫത്തു ദവാ മരുന്നു ചീട്ട്, തഫല്ലൽ നൽകൂ. ഓക്കെ, ഹബ്ബത്തുൻ ജംഉ ഹബ്ബാത്തുൻ ഗുളിക, ശുക്രൻ നന്ദി താങ്ക് യു, ശുക്രൻ ജസീലൻ താങ്ക് യു വെരി മച്ച്, അഫ്വൻ വെൽക്കം, തമന്ന ആഗ്രഹിച്ചു, അതമന്ന ഞാൻ ആഗ്രഹിക്കുന്നു, ഷിഫാഉൻ രോഗശമനം, ആജിലുൻ പെട്ടെന്നുള്ള, മഅസ്സലാമത്തി ഗുഡ് ബൈ. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് എക്സസൈസിലേക്ക് പോകാം അല്ലേ. ആദ്യമായിട്ട് മുഫ്രദാത്തുൻ എന്നുള്ള എക്സസൈസ് കാണാം. അതായത് നമ്മൾ ഈ പാഠത്ത് പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സുദാഉൻ, അൽ ബാരിഹത, മുസക്കിനുൻ, തനാവല, ഹറാറത്തുൻ, മുസ്തഷ്ഫ, ഹാത്തിഫുൻ, ഹസാസിയത്തുൻ, ഫഹ്സുൻ, അറാദുൻ, ലർബത്തു ഷംസി, വസ്ഫത്തുൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പദങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഹൽ തഅലമു, നിനക്കറിയാമോ എന്നുള്ള ചോദ്യമാണ്. അതിന് കീഴെ നമുക്ക് 4 ചോദ്യങ്ങൾ കാണാവുന്നതാണ്. ഈ 4 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. ഒന്നാമതായിട്ട് മാദാ അസ്വാബ മുഹമ്മദൻ. ഓക്കെ, മാദാ എന്താണ്, അസ്വാബ ബാധിച്ചത്, മുഹമ്മദൻ മുഹമ്മദിന് എന്ത് രോഗമാണ് ബാധിച്ചിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ലിമ ലം യതനാവൽ മുഹമ്മദുൻ അൽ മുസക്കിന. ലിമ എന്തുകൊണ്ടാണ്, ലം യതനാവൽ കഴിക്കാതിരുന്നത്, മുഹമ്മദ് അൽ മുസക്കിന വേദന സംഹാരിയായിട്ടുള്ള വേദനക്കുള്ള ആ ഗുളിക എന്തുകൊണ്ടാണ് മുഹമ്മദ് കഴിക്കാതിരുന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തത് മാദാ ഖാല ത്വബീബു ബഅദൽ ഫഹ്സി. മാദാ ഖാല എന്താണ് പറഞ്ഞത്, അത്വബീബു ഡോക്ടർ, ബഅദൽ ഫഹ്സി പരിശോധനയ്ക്ക് ശേഷം. അപ്പോൾ പരിശോധനയ്ക്ക് ശേഷം എന്താണ് ഡോക്ടർ മുഹമ്മദിനോട് പറഞ്ഞത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തത് മാഹിയ വസ്ഫത്തുദ്ദവാഇ. ഓക്കെ, വസ്ഫത്തുദ്ദവാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, മരുന്ന് ചീട്ടിനാണ് പറയുക. അതായത് ഡോക്ടർമാർ എന്ത് ചെയ്യുന്ന മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്ന ആ ഒരു പേപ്പറിനാണ്, ലിസ്റ്റിനാണ് വസ്ഫത്തുദ്ദവാ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ അറബിയിൽ അത് എന്താണ് എന്നൊന്ന് വിശദീകരിക്കുക. അതാണ് നാലാമത്തെ ചോദ്യം. ഓക്കെ, ഇനി അടുത്തതായിട്ട് തദക്കർ എന്ന് കാണാം. അതായത് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള ചില മുഫ്രദുകളുടെ ജംഉം ജംഉകളുടെ മുഫ്രദുമൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഹബ്ബത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഹബ്ബാത്തുൻ എന്നുള്ളത്, അതായത് ഗുളിക, ഗുളികകൾ. ഹാത്തിഫുൻ ജംഉഹു ഹവാത്തിഫുൻ, ഫോണ്, ഫോണുകൾ. ഫമുൻ ജംഉ അഫ്വാഹുൻ, വായ, വായകൾ. ത്വബീബുൻ ജംഉ അത്ബാഉൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, ഡോക്ടേഴ്സ്. അറളുൻ ജംഉ അറാളുൻ, രോഗലക്ഷണം, രോഗലക്ഷണങ്ങൾ. ഓക്കെ, നൂറുൻ ജംഉ അൻവാറുൻ, പ്രകാശം, പ്രകാശങ്ങൾ എന്നൊക്കെയാണ് ഈ പദങ്ങളുടെ എല്ലാം അർത്ഥം. അപ്പോൾ മുഫ്രദും ജംഉം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് തദ്രീബ് വാഹിദ്. ഒന്നാമത്തെ തദ്രീബ് നോക്കാം. ഇസ്തഅമിൽ ഫിൽ ജുമലിൽ മുഫീദ. താഴെ 4 വാക്കുകൾ കാണാം. ആ 4 വാക്കുകളെയും നിങ്ങൾ സ്വന്തമായിട്ടുള്ള ജുംലയിൽ പ്രയോഗിച്ച് എഴുതാനും വേണ്ടിയിട്ടാണ്. 1 ഷഅറബി, 2 മുസക്കിനുൻ, 3 വസ്ഫത്തുദ്ദവാഇ, 4 ലർബത്തു ഷംസി. ഈ 4 വാക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ജുംലയിൽ പ്രയോഗിച്ച് എഴുതേണ്ടതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ തദ്രീബ് സുർത്ത സദീഖൻ ഫിൽ മുസ്തഷ്ഫ വജറാ ഹിവാറുൻ ബൈനകുമാ ഉക്തുബുഹു ഫിൽ അറബിയ്യത്തിൽ ഫുസ്ഹ. ഓക്കെ, സുർത്ത സദീഖൻ, സുർത്ത നീ സന്ദർശിച്ചു. സാറ എന്നാൽ സന്ദർശിച്ചു എന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിരുന്നു. സുർത്ത നീ സന്ദർശിച്ചു. സദീഖൻ ഒരു കൂട്ടുകാരനെ നീ സന്ദർശിച്ചു. ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, ആശുപത്രിയിൽ വെച്ചിട്ട്. വജറാ ഹിവാറുൻ ബൈനകുമാ നിങ്ങൾക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഉക്തുബുഹു ആ സംഭാഷണം എഴുതുക. ഫിൽ അറബിയ്യത്തിൽ ഫുസ്ഹ സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള അറബി ഭാഷയിൽ എന്നർത്ഥം. അപ്പോൾ നീയും എന്നുള്ളതുപോലെ നിന്റെ കൂട്ടുകാരനും ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭാഷണം എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ ഇത്രയും കഴിയുന്നതോടുകൂടെ നമ്മുടെ പാഠം തീരുന്നു. ഈ വർക്കുകളൊക്കെ നിങ്ങൾ എഴുതി വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.